കുംഭമേള വൈറൽ താരത്തിന്റെ പ്രായവിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനായി മധ്യപ്രദേശ് പോലീസ് എറണാകുളത്തെത്തി. ഭർത്താവ് ഫർമാൻ ഖാനെതിരെ മധ്യപ്രദേശ് പോലീസ് കേസെടുത്തിരുന്നു. യുവതിയുടെ പിതാവിന്റെ പരാതിയിൽ തട്ടിക്കൊണ്ടുപോകൽ നിയമപ്രകാരമാണ് കേസ്. പിന്നാലെയാണ് മധ്യപ്രദേശ് പോലീസ് തൃക്കാക്കര സ്റ്റേഷനിലെത്തിയത്. हमारे डॉक्यूमेंट्स के अनुसार एफआईआर रजिस्टर्ड हुई है, 16 ईयर ओल्ड. केरला पुलिस बोलते हैं 18 इयर्स आधार कार्ड 18 इयर्स आधार कार्ड मान्य नहीं है कोर्ट में. आधार कार्ड में जो एज होती है वो कोर्ट मान्य नहीं करता है. उसने जो वीडियो डाले वो त्रिवेंद्रम के हैं, है ना. हम इन्वेस्टिगेशन में आए हैं, उसी इन्वेस्टिगेशन में यहाँ आए. സിബി ജോസഫ് വിശദാംശങ്ങളുമായി. സിബി, മധ്യപ്രദേശ് പോലീസ് കേരളത്തിലെത്തിയിരിക്കുന്നു. എവിടെയെല്ലാം ഏതൊക്കെ വഴികളിലൂടെ അന്വേഷണം പോവും, ആരെയൊക്കെ ചോദ്യം ചെയ്യും, എന്താണ് മധ്യപ്രദേശ് പോലീസിന്റെ നിലപാട് ഈ കേസിൽ? സൈഫു, ഈ മൊണാലിസ്, അതായത് ഈ വൈറൽ പെൺകുട്ടിയുടെ അച്ഛൻ്റെ പരാതിയിലാണ് ഇപ്പോൾ മധ്യപ്രദേശ് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി കൊച്ചിയിലെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഇന്ന് രാവിലെ എത്തിയത്. അതായത് ഈ കേസിൽ ഈ പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നുള്ളതാണ് ഈ പിതാവിൻ്റെ പരാതി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഉണ്ട്, രേഖകളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ പരാതി മധ്യപ്രദേശിലെ മഹേശ്വർ പോലീസ് നൽകിയത്. ഇത് പ്രകാരമാണ് പോലീസ് കിഡ്നാപ്പിങ്ങിനാണ് കേസെടുത്തിരിക്കുന്നത്. ഈ മൊണാലിസയുടെ ഭർത്താവിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇയാൾക്കെതിരെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തൃക്കാക്കര സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്ന മഹേശ്വർ CI ഗണപത് കനയൽ, അതോടൊപ്പം തന്നെ പ്രിയങ്ക SI ഉൾപ്പെടെ 5 സംഘമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ എത്തി ഈ കേസുമായി ബന്ധപ്പെട്ടല്ലാതിനെയും ചില അന്വേഷണങ്ങൾ തൃക്കാക്കര പോലീസിൽ നിന്നും ശേഖരിച്ചു. മാത്രമല്ല, ഈ ഭർത്താവായ ഫർമാൻ ഖാന്റെ ഒരു സുഹൃത്ത് ഈ തൃക്കാക്കര പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുണ്ട്. ആ സുഹൃത്തിന്റെ അഡ്രസ്സ് ലഭിച്ചിട്ടുണ്ട്. ആ അഡ്രസ്സ് മുഖേന, ഈ അഡ്രസ്സിലുള്ള സുഹൃത്തെ തേടിക്കൊണ്ടാണ് പോലീസ് അവിടെ എത്തിയത്. പക്ഷേ ആ സുഹൃത്തിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താൻ വേണ്ടി ഇവർ ബന്ധപ്പെട്ടെങ്കിലും അവർ വരാൻ തയ്യാറായില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കേസിൽ വീണ്ടും ഈ പ്രായ വിവാദം വീണ്ടും വലിയ രീതിയിൽ വിവാദമാകുകയാണ്. മാത്രമല്ല, ഇതിൽ കിഡ്നാപ്പിംഗ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഭർത്താവ് ഫർമാൻ ഖാനെതിരെ പോലീസ് ശക്തമായി നടപടി സ്വീകരിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് മധ്യപ്രദേശ് പോലീസ് ഇവിടെ എത്തിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ കേരള പോലീസ് വ്യക്തമാക്കുന്നത് 18 വയസ്സ് പ്രായം ഈ പെൺകുട്ടിക്കുണ്ട്. അതിൻ്റെ കൃത്യമായ ആധാർ രേഖകൾ അടക്കമുണ്ട്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് വിവാഹം കഴിച്ചത് എന്നുള്ളതാണ്. എന്തായാലും ഈ കേസ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഹൈക്കോടതി ഈ ഫർമാൻ ഖാനെ ഈ മെയ് 20-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള ഇടക്കാല ഉത്തരവുണ്ട്. ഈ ഉത്തരവിന്റെ പകർപ്പടക്കം ഇപ്പോൾ മധ്യപ്രദേശ് പോലീസിന് തൃക്കാക്കരയിലെ പോലീസ് കൈമാറിയിട്ടുണ്ട്. എന്തായാലും അന്വേഷണമായി മുന്നോട്ട് പോവുകയാണ്. ഫർമാൻ ഖാനെ തേടി തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഇവർ പറയുന്നത് ഈ പെൺകുട്ടിക്ക് 16 വയസ്സ് പ്രായമില്ല, അവളുടെ ജനനരേഖകളിൽ ജനിച്ച രേഖകളിലെല്ലാം തന്നെയും ജനന സർട്ടിഫിക്കറ്റിൽ ഈ ഇതിൽ 16 വയസ്സ് 16 വയസ്സേ ഉള്ളൂ എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ നമ്മൾ അവരുമായി സംസാരിക്കുമ്പോഴും ഈ ഫർമാൻ ഖാനെ അന്വേഷിച്ചുകൊണ്ടാണ് അവർ എത്തിയിരിക്കുന്ന കാര്യം വ്യക്തമാണ്. എന്തായാലും പോലീസ് അന്വേഷണം ഊർജ്ജമാക്കുകയാണ്. അതേസമയം തന്നെ ഈ പോലീസിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മൊണാലിസയും ഭർത്താവും സിറ്റി പോലീസ് കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും കഴിഞ്ഞ 2 ദിവസം മുമ്പ് പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ തങ്ങൾക്ക് പോലീസിന് സംരക്ഷണം വേണമെന്നാണ് ഇവരുടെ ആവശ്യം. സിബി ജോസഫ്, കൊച്ചിയിൽ നിന്ന്.